പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 4-ാം മാസത്തിൻ്റെ 25-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. എത്ര വേഗത്തിലാണ് 25 ദിനവും നമ്മെ വിട്ട് കടന്നുപോയത്. ഈ പ്രഭാതവും ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും എല്ലാ ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, നാം സ്തോത്രം ഓരോ ദിനവും എത്രയെത്ര ഭയപ്പെടുത്തുന്ന, നിരാശപ്പെടുത്തുന്ന, നമ്മുടെ ഹൃദയത്തെ തകർത്തു കളയുന്ന എത്രയെത്ര വാർത്തകളാണ് നാം ദിനവും കേൾക്കുന്നത്. എത്രയോ യൗവനക്കാർ, എത്രയോ കുഞ്ഞുമക്കൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നു. നമ്മേക്കാൾ ശ്രേഷ്ഠത പറഞ്ഞവർ, നമ്മേക്കാൾ സൗന്ദര്യവും സമ്പത്തും വിദ്യാഭ്യാസവും ആരോഗ്യമുള്ളവർ, നമ്മേക്കാൾ പ്രായം കുറഞ്ഞവർ, എത്ര പ്രിയപ്പെട്ടവരാണ് കഴിഞ്ഞ ദിനങ്ങളിൽ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടത്. നമ്മെ ഈ 4-ാം മാസത്തിൻ്റെ 25-ാമത്തെ പ്രഭാതത്തിൽ, ഈ മാസത്തിൻ്റെ ഒടുവിലത്തെ ശനിയാഴ്ചത്തെ പ്രഭാതം കൂടെ കാണുവാൻ ദൈവം നമുക്ക് ഭാഗ്യമൊരുക്കിയില്ലേ? ഈ പ്രഭാതവും യോബിനെ പോലെ നമുക്കും പ്രത്യാശയോടുകൂടെ പറയുവാനിടയാകട്ടെ. യഹോവേ, നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. തൻ്റെ ജീവിതത്തിലെ എല്ലാ നഷ്ടങ്ങളും എല്ലാ കഷ്ടതകളും താൻ അനുഭവിച്ച് തൻ്റെ ദൈവസന്നിധിയിൽ തൻ്റെ ഭക്തി മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുന്ന തൻ്റെ ഭക്തനെ നോക്കി തനിക്ക് തുണയായി നിൽക്കേണ്ട തൻ്റെ എല്ലാ സാഹചര്യത്തിലും, എല്ലാ കഷ്ടതയിലും, എല്ലാ ഉയർച്ചയിലും, ഏത് സാഹചര്യത്തിലും തുണയായി നിൽക്കേണ്ട ഭാര്യ പോലും പറയുന്നു, നീ പോയി ചത്തുകള, നീ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? നീ ഭക്തി മുറുകെ പിടിച്ച് നിന്നിട്ട് നിനക്ക് എന്ത് ഫലമാണ്? ഇതുവരെ നിനക്ക് ഈ നഷ്ടങ്ങൾ അനുഭവിച്ചിട്ടും ഈ ഭക്തി വിട്ടുകളയാൻ കഴിയുന്നില്ലേ എന്ന് പരിഹസിച്ച തൻ്റെ ഭാര്യയുടെ മുന്നിൽ, തൻ്റെ സ്നേഹിതരുടെ മുന്നിൽ ദൈവമെല്ലാം നന്മയ്ക്കായി നൽകുവാനിടയായി. അതേ, 86-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പാടുന്നു, എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം എനിക്ക് തരയണമേ. യഹോവേ, നീ എന്നെ സഹായിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നുവല്ലോ. ആമേൻ, ഹല്ലേലൂയ. മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെടുകയും ദുഷിക്കപ്പെടുകയും ചെയ്യുന്ന അനവധി മനുഷ്യർ ലോകത്തിലുണ്ട്. മറ്റുള്ളവരുടെ നന്മ കാണാൻ കഴിയാത്തവരാണ് അങ്ങനെ ദുഷിക്കുന്നത്. നല്ല മനുഷ്യർ ആരെയും ദുഷിക്കുന്നില്ല. നാം മുറുകെ പിടിച്ചിരിക്കുന്ന ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പേരിൽ പകയ്ക്കപ്പെടുന്നവരാണ് ദൈവമക്കൾ. അങ്ങനെ സംഭവിക്കുമെന്ന് നമ്മുടെ കർത്താവ് മുൻകൂട്ടി അരുളി ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പല വിധത്തിലും മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ദയും അപമാനവും അവഗണനയും അനുഭവിക്കുന്ന ഭക്തന്റെ പ്രാർത്ഥനയാണ് ഈ 86-ാം സങ്കീർത്തനം. അതിൽ നാം കാണുന്നത്, തങ്ങളെ പകയ്ക്കുന്നവരുടെ മുമ്പിൽ അവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി എനിക്കൊരു അടയാളം തരയണമേ എന്ന് ഹൃദയത്തിലെങ്കിലും പ്രാർത്ഥിക്കാത്തവർ ഈ ഭൂമിയിൽ ഉണ്ടാകുകയില്ല. എന്നാൽ അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക് പൂർണ്ണമായും ഉള്ള ഒരു മറുപടി ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് ലഭിക്കണമെന്നുമില്ല. എല്ലാ ദൈവമക്കളെയും ഈ ഭൂമിയിൽ വെച്ച് തന്നെ മാനിക്കണമെന്നുമില്ല. ഒരിക്കൽ നാം നിത്യതയിൽ ചെല്ലുമ്പോൾ അനേക കോടി വിശുദ്ധന്മാരുടെ മുമ്പിൽ വെച്ച് ദൈവത്തെ സേവിച്ചതിൻ്റെയും സ്നേഹിച്ചതിൻ്റെയും ദൈവനാമം നിമിത്തം നിന്ദിക്കപ്പെട്ടതിൻ്റെയും പ്രതിഫലം കർത്താവിൻ്റെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങുമ്പോൾ നാം മാനിക്കപ്പെടും എന്നുള്ളത് നിശ്ചയമാണ്. അതിന് സംശയം വേണ്ട. എന്നാൽ അനേകം ദൈവമക്കൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദൈവത്താൽ മാനിക്കപ്പെട്ടതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ ദൈവവചനത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേൽ രാജാക്കന്മാരിൽ ദാവീദിനോളം ശത്രുക്കളും വെല്ലുവിളികളും നേരിട്ടിട്ടുള്ള മറ്റു രാജാക്കന്മാർ ഇല്ല. ഒരു വെറും ആട്ടിടയൻ മാത്രമായിരുന്നവൻ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠനും മാന്യനുമായ രാജാവായി തീർന്നതിൻ്റെ പിമ്പിൽ ദൈവത്തിൻ്റെ കരം തന്നോട് കൂടെ ഉണ്ടായിരുന്നു. എണ്ണമറ്റ അടയാളങ്ങളാൽ ദൈവം ദാവീദിന് നന്മയ്ക്കായി സ്വന്തം നൽകിയിട്ടുണ്ട്. ഒത്തിരി നന്മകൾ നൽകിയിട്ടുണ്ട്. മാത്രമാണ് താൻ ആ പദവി വരെയും എത്തി നിൽക്കുവാനിടയായത്. വെറും ആട്ടിടനായ തൻ്റെ
മാതാപിതാക്കൾ പോലും തന്നെ മറന്നുപോയ സ്ഥാനത്തു നിന്നും ദൈവം തന്നെ രാജപദവിയിലേക്ക് കൊണ്ടുവരുവാൻ കാരണം ആമേൻ ചില മനുഷ്യരുടെ മുന്നിൽ ചില അടയാളങ്ങൾ നൽകി ദാവീദിനെ ആദരിക്കേണ്ടത് ദൈവത്തിൻ്റെ ആമേൻ ആഗ്രഹമായിരുന്നു. പ്രിയ ദൈവവൈതലേ, ഒന്ന് തിരിഞ്ഞു നോക്കൂ. മുൻകാലങ്ങളിൽ നിന്നും ദൈവം നമ്മെ എത്രത്തോളം ഉയർത്തി മാനിച്ചു കൊണ്ടുവന്നു എന്ന്. ഒരു യോഗ്യതയും പറയുവാനില്ലാതിരുന്ന നമ്മെ ദൈവത്തെ ആരാധിച്ചതിൻ്റെ പേരിൽ എത്രയോ അടയാളങ്ങളും നന്മകളും തന്നു ദൈവം നമ്മെ ഉയർത്തി. കുഴഞ്ഞ ചെറ്റുകളിൽ നാശകരമായ കുഴികളിൽ കിടന്ന് നമ്മെ ദൈവം ആദരിച്ചില്ലേ? ദാവീദിന് മാത്രമല്ല, ദൈവപ്രസാദമുള്ള എല്ലാ മനുഷ്യർക്കും, ദൈവത്തെ ആരാധിക്കുന്ന വചനത്തെ അനുസരിക്കുന്ന എല്ലാ മനുഷ്യർക്കും നന്മയ്ക്കായി ദൈവം ചില അടയാളങ്ങൾ നൽകി കൊടുക്കാറുണ്ട്. ആമേൻ. ഇസ്രായേൽ ഗോത്രങ്ങളുടെ വംശബലിയിൽ തുടർച്ചയായി വംശബലി എഴുതിക്കൊണ്ടിരിക്കുന്ന എസ്രാ ശാസ്ത്രി യബേസിൻ്റെ പേര് എഴുതി വന്നപ്പോൾ യബേസിനെ കുറിച്ച് ചില കാര്യങ്ങൾ എഴുതുവാൻ പരിശുദ്ധാത്മാവ് തന്നെ പ്രേരിപ്പിച്ചു. യബേസ് ഒരു ഗോത്രത്തലവനോ പ്രഭുവോ ശാസ്ത്രിയോ വീരനോ ഒന്നുമായിരുന്നില്ല. എന്നാൽ പ്രാർത്ഥിക്കുന്ന നീതിമാന് വേണ്ടി ദൈവം ചില അടയാളങ്ങൾ ചെയ്തു. ആമേൻ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന യബേസിന് വേണ്ടി ദൈവം ചില അനുഗ്രഹങ്ങളും ചില വിശാലതകളും ദൈവം ഒരുക്കി. തൻ്റെ അതിരുകളെ വിശാലമാക്കി. തൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. പ്രാർത്ഥിക്കുന്ന മൊർദെഖായിയെ പകച്ച ശത്രുവായ ഹാമാനെയും അവൻ്റെ കുടുംബത്തെയും അവൻ്റെ വംശത്തെയും ദൈവം നശിപ്പിച്ചു. കൂടാതെ ശൂഷൻ രാജധാനിയിലെയും ദേശത്തെ സകല ജനവും കാണെ മൊർദെഖായിക്ക് ദൈവം നന്മയ്ക്കായി പല അടയാളങ്ങളും നൽകി ദൈവം മാനിപ്പാനിടയായി. യാക്കോബിന്റെ 12 മക്കളിൽ വെച്ച് യോസഫിനെ അപ്പൻ അധികം സ്നേഹിച്ചത് നിമിത്തവും യോസഫ് കണ്ട ദർശനം തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞത് നിമിത്തവും അവൻ്റെ സഹോദരന്മാർ യോസഫിനെ അധികം പകച്ചു, അടിച്ച് പൊട്ടക്കിണറ്റിലിട്ടു. അതേ തുടർന്ന് അവർ യോസഫിനെ ഹല്ലേലൂയ ഉപദ്രവിച്ച് പൊട്ടക്കിണറ്റിട്ട് അപ്പനോട് പറഞ്ഞപ്പ, നിന്റെ മകൻ മരിച്ചുപോയി, വന്യമൃഗം അവനെ കടിച്ചു കീറി കൊന്നുകളഞ്ഞു. ഹല്ലേലൂയ. പേരിന് തൻ്റെ അപ്പൻ മേടിച്ചു കൊടുത്ത നിലയെങ്കി മൃഗത്തിൻ്റെ രക്തത്തിൽ മുക്കി അപ്പനെ കാണിച്ചു അടയാളമായി. പിന്നീട് അവൻ കച്ചവടക്കാർക്ക് അവനെ വിൽക്കുകയും ചെയ്തു. അങ്ങനെ യോസഫ് മിസ്രൈമിലെത്തി. യോസഫിന്റെ നിലവിളി സഹോദരന്മാർ കേട്ടില്ല, തൻ്റെ അപ്പൻ കേട്ടില്ല, ആരും കേട്ടില്ല. എന്നാൽ ദൈവം തൻ്റെ നിലവിളിയെ കേട്ടു. തന്നെ പകച്ച സഹോദരന്മാർ കണ്ട് ഭയപ്പെടുന്ന വിധം ദൈവം യോസഫിനെ നന്മയ്ക്കായി സിംഹാസനവും അധികാരങ്ങളും ഒരുക്കി മാനിക്കുവാനിടയായി. പ്രിയ ദൈവവേദനയെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ദൈവം നിരസിക്കത്തില്ല. ഈ ദിവസം, ഈ നാളുകളിൽ ദൈവസഭയിൽ ഉപവാസങ്ങളോടെ, പ്രാർത്ഥനയോടെ, കണ്ണുനീരോടെ ഒരു നന്മയുടെ അടയാളത്തിന് വേണ്ടി കരയുന്ന, ഉപവസിക്കുന്ന ദൈവദാസന്മാരെ ആമേൻ, ഹല്ലേലൂയ, ദൈവസഭയെ പ്രാർത്ഥിക്കുന്ന ദൈവവൈതലിനു വേണ്ടി പ്രതിഫലമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുവാനും കരയുവാനും തയ്യാറാണെങ്കിൽ ഈ നാളുകളിൽ നിന്നെ പകച്ചവർ കണ്ട് ലജ്ജിക്കുന്ന നിലകളിൽ ദൈവം നിന്നെ മാനിക്കും, ഉയർത്തും, അനുഗ്രഹിക്കും. അതിന് സംശയം വേണ്ട. ഇന്ന് പ്രഭാതം നന്മയുടെ അടയാളത്തിനായി പകച്ചവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയുടെ അടയാളത്തിനായി പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കാമോ? നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഇന്ന് പ്രഭാതം ആത്മാവ് പറയുന്നു, കുഞ്ഞെ, നീ എവിടെ നിന്ദിക്കപ്പെട്ടോ, നീ എവിടെ പരിഹസിക്കപ്പെട്ടോ, നീ ആരുടെ മുന്നിൽ പരാജിതനായോ, ആരൊക്കെ നിന്നെ പരിഹസിച്ചോ, അവരുടെ മുന്നിൽ നിന്റെ തല ഉയർത്തി നിൽക്കുന്ന നിലകളിൽ, മാനിച്ചുയർത്തുന്ന നിലകളിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമോ? ഒന്ന് സമർപ്പിക്കാമോ?
കണ്ണുകളെ അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഈ 4-ാം മാസത്തിൻ്റെ 25-ാമത്തെ പ്രഭാതത്തിലും ഞങ്ങളെ പകച്ചവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് ഒരു നന്മയുടെ അടയാളത്തിനായി ഞങ്ങൾ അപ്പൻ്റെ മുഖത്തേക്ക് നോക്കുന്നു. സങ്കീർത്തനക്കാരൻ പാടിയതുപോലെ, ആമേൻ സ്തോത്രം, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്നും വരും. നാഥ, ഞങ്ങൾ ഇന്ന് പ്രഭാതം പൂർണ്ണമായും വിശ്വസിക്കുന്നു, ഒരു നന്മയുടെ അടയാളം ഞങ്ങൾ ഈ ഭൂമിയിൽ കണ്ട് സന്തോഷിക്കുവാനിടയാകും. അതിനായി നിന്റെ ജനത്തെ ഒരുക്കണം, നിന്റെ ദാസിദാസന്മാരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടതയുടെ നടുവിൽ, കടഭാരങ്ങളുടെ നടുവിൽ, ഏകാന്തതയുടെ നടുവിൽ, രോഗബലഹീനതയുടെ നടുവിൽ, വാർദ്ധക്യ ബലഹീനതയുടെ നടുവിൽ, കർത്താവേ, എത്ര കഷ്ടതയുടെ നടുവിൽ കൂടെ ഒരു അടയാളത്തിന്, ഒരു നന്മയുടെ അടയാളത്തിനായി പ്രാർത്ഥിക്കുന്ന, കാത്തിരിക്കുന്ന, ആമേൻ, ഉപവസിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവം ഒരു നന്മയുടെ അടയാളം ഈ പ്രഭാതം നൽകി ആദരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. സ്വർഗം അത്ഭുതം ചെയ്യും, മഹത്വം എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ, സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.